പക്ഷേ അത് കർത്താവിൻ്റെ അവസാനത്തെ ഒരു ഇൻ്റർവെൻഷൻ മാത്രമാണ്. ഉടമ്പടി എനിക്ക് മുമ്പൊരു ജീവിതമുണ്ട്. 2001 കൃപാസനത്തിൽ ഇവിടെ വന്ന് കലവൂർ മിഷൻ തുടങ്ങണം. അതൊക്കെ 10 കൊല്ലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കടലിലായിരുന്നു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നത് 10 കൊല്ലം. അപ്പം അത് എനിക്ക് ചുമയും പനിയും വർഷങ്ങളോളം മാസങ്ങളോളം ആശുപത്രി കിടപ്പൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഇടവേള ജോലി നടക്കണം, അതും നടക്കണം, എല്ലാ സ്ഥലങ്ങളിലും പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ദൈവത്തിന് വേണ്ടി മാത്രം ചെയ്ത ജീവിതമായിരുന്നു അത് തീർന്ന് സുവിശേഷ പ്രഘോഷണം 2000 കൊണ്ട് തീർന്ന് 2001 വന്ന് ഇവിടെ ജൂലൈ 6 ഇവിടെ കലവൂർ വന്നിട്ട് അന്ന് റീത്ത പുണ്യാളത്തെ ഇവിടെ ഉണ്ടായിരുന്നത് കുറച്ച് കുരിശുപേര ഫ്രാൻസിസ് ബ്രദറിൻ്റെ. അപ്പം ഞാൻ പ്രശാന്ത് അച്ഛനെ വിളിച്ച് IMS അച്ഛാ എനിക്ക് പെരുന്നാളും തുടങ്ങി തരാമെന്ന് പറഞ്ഞ് റീത്ത പുണ്യാളത്തിന്. അദ്ദേഹം പെരുന്നാൾ തുടങ്ങാൻ വേണ്ടി കൊടി കയറ്റാൻ വേണ്ടി അന്ന് ഒന്നുമില്ല കൃപാസനത്തിൽ, കുറച്ച് പുല്ലും പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പ് മാത്രമുണ്ട്, ഒരു പഴയ കുരിശടിയുണ്ട് ചെറിയ കാണാം സൈഡിൽ. പ്രശാന്ത് അച്ഛൻ അന്ന് ജൂലൈ 6 കൊടി കയറ്റി വെച്ച് കൊടി ഇങ്ങനെ കയറിപ്പോയി താഴെ അച്ഛൻ മേലോട്ട് പോയിട്ടും കൊടി നോക്കിയിട്ട് താഴേക്ക് എന്നെ നോക്കിയിട്ട് പറഞ്ഞു 15 കൊല്ലം കഴിയുമ്പോൾ ഇത് ഫേസ് ലിഫ്റ്റ് ആകുമെന്ന് പറഞ്ഞു. 15 കൊല്ലം ദർശനമാണത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു, മറക്കാതെ എടുത്തു. ആ കറക്റ്റ് 15-ാം കൊല്ലമാണ് നമുക്ക് ഉടമ്പടി മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മൾ പരസ്യമായിട്ട് ആൾക്കാരെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോഴാണ് ഉടമ്പടി കിട്ടണത് നമുക്ക്. അത് പറഞ്ഞ കറക്റ്റാണിത്. അതായത് നമ്മൾ ഇന്നും ദൈവം എല്ലാവരിലൂടെയും സംസാരിക്കുന്നൊരു കാലമാണിത്. നിർഭാഗ്യവശാൽ ഔദ്യോഗികമായ സഭയ്ക്ക് ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. സഭയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ കാരണം അൽമാനികളുടെ ശാക്തീകരണം ഒരു ഭയങ്കരമാണ്. കാര്യം അന്ന് ഞങ്ങൾക്ക് സ്റ്റിരിക് എന്ന ധ്യാനം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ വന്ന വഴികളിലൂടെ എങ്ങനെയാണ് ദൈവം സഞ്ചരിച്ച് നമ്മളെ കൈപിടിച്ച് നടത്തിയതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ബോധ്യം കിട്ടും. എന്താ കാര്യം, അന്ന് സ്റ്റിരിക് അത് കടലോര കൺവെൻഷൻ കഴിഞ്ഞ് കടലോര ജൈത്രയാത്ര കഴിഞ്ഞപ്പോഴാണ് കർത്താവ് എനിക്ക് അഖണ്ഡ ജപമാല നടത്താൻ തന്നു. അഖണ്ഡ ജപമാല കഴിഞ്ഞപ്പോൾ ആ അഖണ്ഡ ജപമാല വളർന്നാണ് ഇന്ന് 3 ലക്ഷം പേര് പങ്കെടുക്കുന്ന അഖണ്ഡ ജപമാല റാലിയായിട്ട് വളർന്നത്. ഇപ്പോൾ ഈ 25-ാം തീയതി ഒക്ടോബർ 25-ാം തീയതി നമുക്ക് റാലിയല്ലേ, ആരും മറന്നു പോരുതേ, വന്നേക്കണേ. രാവിലെ 6 മണിക്ക് തുടങ്ങേ. പ്രത്യേകിച്ച് ലോകസമാധാനത്തിന് വേണ്ടിയാണ്. മാർപ്പാപ്പ പറഞ്ഞു കേട്ടില്ലേ, കൈ